നമസ്കാരം. രണ്ട് തമിഴ് സിനിമകളുടെ പോസ്റ്ററുകളാണ്. പൊങ്കൽ ഉത്സവാഘോഷത്തോടനുബന്ധിച്ചുള്ള അവധി കാലത്ത് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്ന രണ്ട് സിനിമകൾ. ഈ സിനിമകൾക്ക് ചില രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്, സിനിമ പ്രാധാന്യം മാത്രമല്ല. ഒന്ന് വിജയുടെ അവസാന സിനിമ ജനനായകൻ, രണ്ടാമത്തേത് ശിവകാർത്തികേയൻ്റെ സിനിമ പരാശക്തി. വിജയുടെ സിനിമ ജനുവരി 9-നാണ് റിലീസ് ചെയ്യുന്നത്, പരാശക്തി ജനുവരി 10-ന് റിലീസ് ചെയ്യുന്നു. ഈ സിനിമ ഇങ്ങനെ രണ്ട് സിനിമ വരുന്ന ക്ലാഷ് റിലീസ് എന്ന് പറയല്ലോ, രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന റിലീസ് കാലം. സാധാരണ പൊങ്കലിന് പണ്ടൊക്കെ ഒരുപാട് സിനിമകൾ വരും, നമ്മുടെ ഓണപ്പടം റിലീസൊക്കെ പറയുന്നത് പോലെ. എന്നാൽ സമീപകാലത്ത് അങ്ങനെ ഉണ്ടാവാറില്ല. വലിയ സിനിമകൾ, വലിയ നായകരുടെ, രജനീകാന്തിൻ്റെയോ വിജയിൻ്റെയോ ഒക്കെ, വിജയിൻ്റെ പടം എന്തായാലും എല്ലാ പൊങ്കലിനും വരുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ വിജയിയുടെ സിനിമ ജനനായകന് ബദലായി ക്ലാഷ് റിലീസായി ശിവകാർത്തികേയൻ്റെ ഒരു സിനിമ വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അത് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഇത് നേരത്തെ തന്നെ ജനുവരി 14-ന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണ് ശിവകാർത്തികേയൻ്റെ പരാശക്തി. എന്നാൽ അത് പെട്ടെന്ന് 10-ാം തീയതിയിലേക്ക് എത്തുകയാണ്, റിലീസ് നേരത്തെ ആക്കുകയാണ്. എന്താണ് ഈ സാഹചര്യം? വിജയ് ആണെങ്കിൽ തൻ്റെ അവസാനത്തെ സിനിമ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനനായകൻ പുറത്തിറക്കുന്നത്. TVK എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തമിഴ്നാട്ടിൽ അടുത്ത മുഖ്യമന്ത്രി കസേര സങ്കല്പിച്ച് വിജയിയെ അതിൽ പ്രതിഷ്ഠിച്ച് മുന്നോട്ട് പോവുകയാണ് TVKയും വിജയ് ആരാധകരും. ഈ ഘട്ടത്തിലാണ് ജനനായകൻ വലിയ രാഷ്ട്രീയ അജണ്ട തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുന്നത്. ആ അവസരത്തിലാണ് ജനനായകന് ഒപ്പം ഗോട്ട് എന്ന സിനിമയിലൂടെ തൻ്റെ പിൻഗാമി എന്ന് വിജയ് തന്നെ പരോക്ഷമായി പ്രഖ്യാപിച്ച ശിവകാർത്തികേയൻ്റെ, അദ്ദേഹം നായകനായിട്ടുള്ള ഒരു സിനിമ വരുന്നത്. ശിവകാർത്തികേയൻ ഇപ്പോൾ നമുക്കറിയാം, അവിടെയും മാത്രമല്ല ദക്ഷിണേന്ത്യയിലാകെ വലിയ സ്വീകാര്യതയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇത് വിജയ് ഫാൻസിൻ്റെ അല്ലെങ്കിൽ TVK എന്ന രാഷ്ട്രീയ പാർട്ടി അനുയായികളുടെ രോഷത്തിന് കൂടി ഇരയാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് രണ്ട് സംഘർഷപൂരിതമായ ഒരു ഫാൻസ് യുദ്ധത്തിന് കൂടി അവസരം ഒരുങ്ങിയിരിക്കുന്നത്. ശിവകാർത്തികേയൻ്റെ ഫാൻസിൻ്റെ ഇതിന് ഉപരിയായി TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ഫൈറ്റായിട്ടാണ് ഇതിനെ മാറ്റിയിരിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. പരാശക്തിയുടെയും ജനനായകൻ്റെയും റിലീസിൻ്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം തന്നെ കലുഷിതമാകുന്ന കാഴ്ച, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ജനനായകൻ്റെ റിലീസ്. അതെങ്ങനെയാണ് രാഷ്ട്രീയ ആയുധമാകുന്നത് എന്നുള്ളതാണ്. അവിടെ വിജയ്ക്കും TVKയ്ക്കും അപ്പുറത്ത് ആരാണ് എന്നതാണ്. അതാണ് കൗതുകകരം. കാരണം വിജയുടെ പിൻഗാമി എന്നൊക്കെ നേരത്തെ പറഞ്ഞ ഒരു വെപ്പുണ്ടെങ്കിലും പരാശക്തി ശിവകാർത്തികേയൻ്റെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു. അത് കൈവിട്ടു പോയ സിനിമയായി മാറിയിരിക്കുന്നു. പരാശക്തി വിതരണം ചെയ്യാൻ ഏറ്റെടുത്തിരിക്കുന്ന വിതരണ കമ്പനിയുടെ റോളാണ് അവിടെ പ്രധാനം. റെഡ് ജയൻ്റ് മൂവീസാണ്. ആരാണ് റെഡ് ജയൻ്റ് മൂവീസിൻ്റെ ഉടമ? തമിഴ്നാട് ഉപമുഖ്യമന്ത്രി DMK നേതാവ് ഒക്കെയായ ഉദയനിധി സ്റ്റാലിൻ്റെ കമ്പനിയാണ് റെഡ് ജയൻ്റ് മൂവീസ്. വിവാദം കൊഴുക്കുന്നുണ്ട്. വിജയ് സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസ് ആസൂത്രിതം എന്നാണ് TVK പറയുന്നത്. വാദപ്രതിവാദങ്ങൾ വലിയ തോതിൽ ഉയരുകയാണ്. ഒടുവിൽ പരാശക്തിയുടെ നിർമ്മാതാവ് തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ആ സിനിമയ്ക്ക് ഇപ്പോൾ പരാശക്തി റിലീസ് ചെയ്യുന്ന തീരുമാനം വന്ന സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധങ്ങളാണ് TVKയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ വിജയിയുടെ ഒരു യാത്രയപ്പ് സിനിമ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആരോഹണത്തിൻ്റെ ഒരു സിനിമ എന്നൊക്കെ കരുതിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ പരാശക്തിയുടെ റിലീസ് 14-ൽ നിന്നും 10-ലേക്ക് വരുന്നത്. വിജയുടെ സിനിമ 9-ാം തീയതിയും റിലീസ് ചെയ്യുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അവിടെ വിജയുടെ സിനിമയുടെ നിർമ്മാതാവ് ആകാശ് ഭാസ്കർ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, ഇതൊരു അനാവശ്യ വിവാദമാണ്. സാധാരണ പൊങ്കൽ ഉത്സവ സമയത്ത് നിരവധി സിനിമകൾ എത്താറുണ്ട്. 20 വർഷം മുമ്പൊക്കെ 10 സിനിമയൊക്കെ വന്ന പൊങ്കൽ കാലമുണ്ട്. എന്നാൽ പിന്നീട് അത് 5-ആയും 3-ആയും ഒക്കെ കുറഞ്ഞു. ഒരു സിനിമ മാത്രം റിലീസ് ചെയ്യുന്നത് വിരളമായ അവസ്ഥയാണ് ഉണ്ടാക്കുക. ഒന്നിലധികം സിനിമകൾ വരുന്നത് ആരോഗ്യകരമായി വേണം സിനിമ മേഖല കാണാൻ. പ്രധാന റിലീസുകൾക്കിടയിൽ 1-2 ദിവസത്തെ ഇടവേള നൽകണമെന്ന് ഉടമകളും വിതരണക്കാരും നിർദ്ദേശിച്ചു. അതിലൂടെ 10 ദിവസത്തെ ഉത്സവ അവധി പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് തീയതി 14-ൽ നിന്ന് നേരത്തെ ആക്കിയത്. നീണ്ട ഇടവേള വന്നാൽ പിന്നെ അത് ഒരു സീസൺ മാറുന്ന സാഹചര്യം ഉണ്ടാവും. നേരത്തെ റിലീസ് ചെയ്താൽ ഷോർട്ട് ടൈമുകൾ ക്രമീകരിക്കാനും രണ്ട് സിനിമകൾക്കും തുല്യ പ്രാധാന്യം നൽകാനും കഴിയും എന്ന് നിർമ്മാതാക്കൾ അറിയിച്ചതായും ആകാശ് ഭാസ്കർ വിശദീകരിച്ചതായി തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴും വിജയുടെ അവസാന ചിത്രത്തിന് ബദലായി സിനിമ വരുന്നതിൽ TVK അണികളുടെ രോഷം കടുക്കുന്ന കാഴ്ചയുണ്ട്. ഒറ്റ സിനിമയിലൂടെ വിജയ്ക്ക് വലിയ യാത്രയപ്പ് വേണമെന്നും അതുവഴി രാഷ്ട്രീയ പ്രചരണം ആഴത്തിലാക്കാൻ കഴിയും എന്നും അവർ കരുതുന്നു. എന്തായാലും വിജയ് ഒരുങ്ങിത്തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. ജനനായകൻ വെറും സിനിമയല്ല, രാഷ്ട്രീയ യുദ്ധമാണ് എന്ന് വ്യക്തമാക്കുന്ന നിലപാട്
നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ചും കരൂർ ആൾക്കൂട്ട ദുരന്തത്തിന് ശേഷം വിജയ്ക്കുണ്ടായ ആഘാതത്തെ മറികടക്കാൻ ഈ സിനിമയെ ഉപയോഗിക്കുന്നതിലൂടെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായ തിരിച്ചടികൾ കടന്ന് മുഖ്യധാര രാഷ്ട്രീയത്തിലെ പ്രധാനിയായി മാറാൻ കഴിയും എന്നാണ് വിജയ് കരുതുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തെ വിജയ് മറ്റൊന്നായി കരുതുന്നുണ്ട്. അതിൽ പ്രധാനം DMK വേഴ്സസ് വിജയ് എന്നുള്ളതാണ്. സ്റ്റാലിൻ വേഴ്സസ് വിജയ്. വേണ്ടി വന്നാൽ അപ്പുറത്ത് ഉദയനിധി സ്റ്റാലിൻ മുൻനിരയിലേക്ക് വരുന്ന ഘട്ടത്തിൽ വിജയ്യുമായിട്ടുള്ള ഒരു ഫൈറ്റാണ് വിജയ് ഉദ്ദേശിക്കുന്നത്. അവിടെ BJP അടക്കമുള്ള അല്ലെങ്കിൽ AIADMK അടക്കമുള്ള ആൻറ്റി DMK പാർട്ടികളുടെ വികാരത്തെ ഒന്നാകെ തനിക്ക് പിന്നിലാണ് നിരത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതിനനുസരിച്ച് DMK സഖ്യത്തിലുള്ള സഖ്യകക്ഷികൾ അടർത്തിയെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വിജയുമായി ചർച്ച നടത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. നേരത്തെ രാഹുൽ ഗാന്ധിയുമായി വിജയ്ക്കുള്ള അടുപ്പം നമുക്കറിയാം. കോൺഗ്രസ് ഇന്ത്യ മുന്നണി എന്നുള്ളതിനപ്പുറത്ത് തമിഴ്നാട്ടിലെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ DMK കാലുവാരി പോകുമോ എന്നുള്ള ആശങ്ക വലിയ തോതിൽ ഉയർത്തുന്ന വിധത്തിലാണ് തമിഴ്നാട്ടിലെ പ്രാദേശിക നേതൃത്വം ഇടപെടലുകൾ നടത്തുന്നത് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജനനായകൻ്റെ വരവിന് ശേഷം തമിഴ്നാട്ടിലെ വലിയ രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾക്ക് കൂടി വേദിയാകാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിജയുടെ സിനിമ ജനുവരി 9 വരുന്നത്. ജനനായകൻ വരുന്നതിന് മുമ്പായിട്ടുള്ള ഓഡിയോ ലോഞ്ചിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം 3 കാരണങ്ങളാൽ 3 പോയിന്റ് അദ്ദേഹം ഉയർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ സൂചനകൾ വ്യക്തമാക്കുന്നതാണ്. ആ 3 പോയിന്റുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടുത്തതായി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ആരാധകരെ മുൻനിർത്തിയുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ആദ്യം നോക്കാം. എനിക്ക് ഒരു കാര്യം മാത്രമാണ് പ്രധാനം. ആരാധകർ എനിക്ക് വേണ്ടി തിയേറ്ററിൽ വരുന്നു. ഇനി ഒരു 30-33 കൊല്ലം വേണമെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി നിലകൊള്ളും. ഈ വിജയ് ആരാധകർക്ക് വേണ്ടിയാണ് ഞാൻ സിനിമ വിടുന്നത് തന്നെ. തുടക്കം മുതൽ എല്ലാ തരത്തിലുള്ള വിമർശനം ഞാൻ കേൾക്കുന്നുണ്ട്. അന്നു മുതൽ എനിക്കൊപ്പം നിന്നത് ആരാധകർ മാത്രമാണ്. കഴിഞ്ഞ 33 വർഷമായി മാറ്റമില്ലാത്ത പിന്തുണയുമായി അവർ നിലകൊണ്ടു. എനിക്ക് വേണ്ടി നിലകൊണ്ട ഫാൻസിന് വേണ്ടി ഞാൻ നിൽക്കും. അങ്ങനെ വിജയ് തൻ്റെ കടപ്പാടിൻ്റെ കടം വീട്ടും എന്നാണ് വിജയ് ആ പരിപാടിയിൽ പറഞ്ഞത്. അതായത് തനിക്ക് പിന്നിൽ ആരാധക വൃന്ദമുണ്ട്, താൻ സിനിമാ താരമാണ്, സിനിമയിലൂടെ താൻ ഉണ്ടാക്കിയ ഉയർച്ചയും ശ്രദ്ധയും ഇനി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കും എന്ന് തൻ്റെ അജണ്ട കൃത്യമായി അദ്ദേഹം പറയുകയാണ്. ഏത് മട്ടിലാണ് തൻ്റെ അണികൾ ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നുള്ള വ്യക്തത അദ്ദേഹം ഈ പ്രസംഗത്തിൽ വരുത്തുന്നുണ്ട്. രണ്ടാമത്തേത് ശത്രുക്കളെ കുറിച്ചാണ്. DMK-യുടെ നേതാവ് അല്ലെങ്കിൽ MK സ്റ്റാലിൻ മുതൽ ഉദയനിധി വരെയുള്ള നേതൃനിര തൻ്റെ നേരത്തെ തന്നെ താൻ ശത്രു നിരയിൽ പ്രതിഷ്ഠിച്ചതാണ് വിജയ്. അതിനുശേഷം ഈ ഓഡിയോ ലോഞ്ചിലും അദ്ദേഹം അതിൽ നിന്നും വ്യക്തത വരുത്തിക്കൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി. ജീവിതത്തിൽ വിജയിക്കാൻ എപ്പോഴും ശത്രുക്കൾ തന്നെ വേണമെന്നില്ല, ജീവിതത്തിൽ വിജയിക്കാൻ എപ്പോഴും സുഹൃത്തുക്കൾ തന്നെ വേണമെന്നില്ല, ശക്തനായ ശത്രുവും വേണം. ശക്തനായ എതിരാളി ഉണ്ടാകുമ്പോഴേ നിങ്ങൾ ശക്തമാവുകയുള്ളൂ. ചെറിയ സഹായമോ സത്പ്രവൃത്തിയോ ഭാവിയിൽ ഗുണം ചെയ്യും. ആരെയും ബുദ്ധിമുട്ടിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത്. അതായത് എതിരാളി ആണ് തൻ്റെ ശക്തി എന്ന് അദ്ദേഹം പറയുന്നു. അത് യഥാർത്ഥവുമാണ്. കാരണം തമിഴ്നാട്ടിൽ വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ എന്ത് റോളാണുള്ളത് എന്നുള്ളത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിജയ്ക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ല രാഷ്ട്രീയമായി. പക്ഷേ വിജയുടെ പിന്നിൽ അണിനിരക്കുന്ന ആരാധക വൃന്ദത്തിൻ്റെ ബലത്തിൽ രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് ഉയർച്ചകൾ താണ്ടാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി കസേരയിൽ എത്താമെന്നാണ്. പക്ഷേ അത് കേവലമായൊരു യാത്രയായി മാറും. അവിടെ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതം ഉണ്ടാകും. അതിനെ മറികടക്കാൻ വിജയ്ക്ക് ഏറ്റവും നല്ലത് മുന്നിലുള്ള ഒരു എതിരാളിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. കരൂർ ദുരന്തത്തോടെ വിജയ് എതിരാളിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മുഖ്യ എതിരാളി DMK ആണ്, സ്റ്റാലിനാണ്, ഉദയനിധി സ്റ്റാലിനാണ് എന്നുള്ള വ്യക്തത വന്നിരിക്കുന്നു. BJP അല്ല, അണ്ണാ DMK അല്ല, തൻ്റെ എതിരാളി, തൻ്റെ മുഖ്യ എതിരാളി സ്റ്റാലിനാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും ആ എതിരാളിക്കെതിരായ പോരാട്ടത്തിന് വേണ്ടി പോകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് BJPക്ക് ഗുണകരമായാൽ അത് അവരുടെ കാര്യം. എന്നാൽ തൻ്റെ മുന്നിൽ ഒരു ശത്രു മാത്രം, ഒരു എതിരാളി മാത്രം. അതാണ് ഓഡിയോളജിയിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ വിശദീകരണമായി നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വിശകലന സാധ്യത. മൂന്നാമത്തേത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് ഓഡിയോ ലോഞ്ചിൽ അജിത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ്. അജിത്ത് ജയലളിത തൻ്റെ പിൻഗാമിയാക്കാൻ ആഗ്രഹിച്ച തമിഴ്നാട്ടിലെ വ്യക്തിത്വമാണെന്ന് അവരുടെ മരണാനന്തരം നമ്മൾ പല നിലയിൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. എന്നാൽ വിജയ് രാഷ്ട്രീയത്തിൽ ജയലളിതയുടെ അപ്പുറത്തെ സൈഡിൽ എതിരാളിയായി നിന്ന DMK ശത്രുവായി പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ഓഡിയോ ലോഞ്ചിൽ അജിത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു. അത് ഈ ഓഡിയോ ലോഞ്ചിലെ മൂന്നാമത്തെ പോയിന്റായി അദ്ദേഹം പറയുന്നതാണ്. അതായത് അജിത്ത് നൻപനാണ്, തൻ്റെ നൻപനാണ്. മാത്രമല്ല ആ പരാമർശം നടത്താൻ അദ്ദേഹം ഒരു കാരണം ഉണ്ടാക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിന്ന് മലേഷ്യയിൽ പോയി ഏറ്റവും കൂടുതൽ തമിഴ് ജനത അധിവസിക്കുന്ന സ്ഥലം എന്ന നിലയിൽ മലേഷ്യയിലായിരുന്നു ഓഡിയോ ലോഞ്ച്. അവിടെ മലേഷ്യയിൽ ചിത്രീകരിച്ച സിനിമ എന്നുള്ള നിലയിൽ തൻ്റെ നൻപൻ അജിത്തിൻ്റെ സിനിമ, പ്രത്യേകിച്ചും
ബില്ലേക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമുക്കറിയാം രജനീകാന്ത് വഴി കടന്നു വരുന്ന തമിഴ് സിനിമയുടെ ഒരു പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ബില്ലയിലെ ചിത്രീകരണം അവിടെയാണ് എന്നത് പറഞ്ഞുകൊണ്ടാണ് അജിത്ത് എന്ന നൻപനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അങ്ങനെ 3 പോയിന്റുകളും ഈ മട്ടിൽ തൻ്റെ അജണ്ട വ്യക്തമാക്കുന്നതിനാണ് ഓഡിയോ ലോഞ്ച് വിജയ് ഉപയോഗിച്ചത് എന്നുള്ളത് പ്രസക്തമാണ്. എതിരാളികൾ, ശത്രുക്കൾ ഒക്കെ കരുത്തരായി വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യം, താൻ സ്വയം കരുത്തുള്ളയാളാണ് എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം. കാരണം എതിരാളികളുടെ കരുത്ത് എത്രയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ജനനായകൻ്റെ മുഖ്യ ആശയത്തെക്കുറിച്ച് ഈ സാഹചര്യത്തിലെ ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം അതിൽ ഏത് മട്ടിലാണ് ജനനായകനാകുന്നത്, മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരു ഉപകരണമായി അദ്ദേഹം ഈ സിനിമയെ ഉപയോഗിക്കുകയാണോ? മലയാളികൾക്കും ആ സിനിമയോട് മറ്റു രീതിയിൽ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലും വലിയ അടുപ്പമുണ്ട്. നമിതയാണ് ആ സിനിമയിൽ പ്രധാന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എന്തായാലും ജനുവരി 9 തിയേറ്ററിൽ എത്തും മുമ്പ് വിജയ് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഈ ജനനായകനുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളെ കാണുന്നു. അങ്ങനെ അതിനെ മാറ്റുക എന്നുള്ളത് TVKയുടെ ലക്ഷ്യമായും നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. DMK ഇതിനെ അതീവ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത്. BJPയെ വിട്ട് DMKയെ മുഖ്യ ശത്രുവായി വിജയ് കാണുന്നത് വെറുതെയല്ല. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിലുണ്ടായ പരിക്ക് ജനനായകനോടെ മാറ്റിയെടുത്ത് TVKയും വിജയും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്നുറപ്പാണ്. മാത്രമല്ല സ്റ്റാലിനെതിരായ വലിയ ക്യാമ്പയിനാണ് ജനനായകനിലൂടെ, അതിൻ്റെ പ്രചരണത്തിലൂടെ TVK മുന്നോട്ട് വയ്ക്കുന്നത്. അത് DMK തിരിച്ചറിയുന്നുണ്ട്. ബദൽ പ്രചരണവും അവർ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ജനനായകൻ എന്ന സിനിമയ്ക്ക് ക്ലാഷ് റിലീസ് നൽകിക്കൊണ്ട് ശിവകാർത്തികേയൻ്റെ സിനിമ ഉദയനിധി സ്റ്റാലിൻ്റെ വിതരണ കമ്പനി മുന്നോട്ട് വെക്കുന്നത്. പരാശക്തിയിലൂടെ അത്തരത്തിലുള്ള ആദ്യത്തെ ചെക്ക് ഉദയനിധി മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ ജനനായകൻ്റെ സിനിമയുടെ ഉള്ളടക്കവും വിജയുടെ സാധ്യതയും മുൻനിർത്തിക്കൊണ്ട് ജനനായകനുള്ള അപ്രമാദിത്വം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല സിനിമ എന്നുള്ള നിലയിൽ. അതിനപ്പുറത്ത് പരാശക്തിയുടെ ക്ലാഷ് റിലീസിനപ്പുറത്ത് സിനിമയുടെ ഉള്ളടക്കം, വിജയുടെ സിനിമാനന്തരം ജനനായകന് ശേഷമുള്ള നിലപാട് പ്രഖ്യാപനം, അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കുമെന്നടക്കമുള്ള കാര്യം. മൂന്നാമത്തേത്, അദ്ദേഹം തമിഴ്നാട്ടിൽ നേരത്തെ BJPയെ എതിർക്കുമ്പോൾ തന്നെ DMKയും തുല്യ എതിരാളികളായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. BJP ആണെങ്കിൽ വിജയെ ഒരു ഉപകരണമായി, DMKയെ തകർക്കാനുള്ള, തമിഴ്നാട്ടിലെ ദ്രാവിഡ വോട്ടുകളെ ഭിന്നിപ്പിക്കാനുള്ള ഉപകരണമായി വിജയെ മുൻനിർത്തിക്കൊണ്ടുള്ള നീക്കം BJP നടത്തുന്നു. ഈ സാഹചര്യത്തിൽ തൻ്റെ മുഖ്യ എതിരാളി എന്ന നിലയിൽ DMKയെ തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ജനനായകന് ശേഷം വിജയ് അഭിമുഖീകരിക്കും. അത് മറ്റു തരത്തിൽ BJP പിന്തുണക്കുന്നു എന്ന അസ്വസ്ഥത ഒക്കെ കളഞ്ഞുകൊണ്ട് അതൊന്നും തൻ്റെ വിഷയമല്ല എന്ന നിലയിൽ ഒരൊറ്റ എതിരാളി എന്ന നിലയിലേക്ക് വിജയ് മുന്നോട്ട് പോകുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട്. ആത്യന്തികമായി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉപകരണമായി വിജയ് മാറുന്ന കാഴ്ച തമിഴ്നാട്ടിൽ ഇതുവരെ കണ്ടു. ഇനിയും അതിന് തന്നെയാണ് സാധ്യത. ആ മട്ടിൽ വിജയ് BJPയുടെ ഒരു കൊട്ടേഷൻ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേക്ക് മാറുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ വിമർശകരും ഉറ്റുനോക്കുന്നത്. DMKയുടെ അപ്രമാദിത്വം തകർക്കുന്നതിന് വേണ്ടി DMK വോട്ടുകളിൽ, പ്രത്യേകിച്ചും ദ്രാവിഡ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ദൗത്യമാണ് വിജയ് നിർവഹിക്കാൻ സാധ്യത. അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടക്കുന്നത്. ജനനായകൻ്റെ വരവോടുകൂടി അത് ഏത് മട്ടിലാണ് മാറുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒപ്പം പരാശക്തിക്കൊപ്പമുള്ള ക്ലാഷ് റിലീസിലൂടെ ജനനായകൻ സിനിമ ഏത് മട്ടിൽ തിരിച്ചടിയോ അനുകൂല സ്വീകാര്യതയോ നേടുന്നത് എന്നുള്ള ആകാംക്ഷയും ബാക്കിയുണ്ട്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നന്ദി, നമസ്കാരം.